എന്ന് പറയുമ്പം അതൊരാളുടെ ഒരു ആനുകൂല്യം, ഒരു ഫേവർ ചോദിക്കലാണ്. അത് എം ടിക്ക് പറ്റില്ല. എം ടി എന്ത് എഴുതും? അതേ ഇരുന്ന് പാട്ടം എഴുതി. എഴുത്തുകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം. എഴുത്തുകാരൻ്റെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയും തലകുനിക്കാത്ത ഒരാളാണ് എം ടി. അത് അധികാരികൾ, രാഷ്ട്രീയക്കാർ, പണക്കാർ, പിന്നെ വേറെ സിനിമാ താരങ്ങൾ. അപ്പം ഞാൻ കണ്ട ഒരു രംഗം പറയാം. അദ്ദേഹം അവിടെ അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ്. ഞാനതിൻ്റെ ഒരു സാധാരണ ജനറൽ കൗൺസിൽ അംഗമാണ്. അദ്ദേഹമാണ് എന്നെ അംഗമാക്കിയത്. അപ്പം അംഗമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കാരശ്ശേരിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വളരെ അപൂർവമാണ്. അവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കാരശ്ശേരിയാണ്, വിളിക്കാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ വാചകം, നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പറ്റിയോ മറ്റു പാർട്ടിക്കാരെ പറ്റിയോ അഭിപ്രായം പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ അമ്പരുന്നു, എന്താ എം ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊന്ന്